നല്ലവനായ നായകൻ, അതായത് നായകൻ ഒരു പോലീസ് ഓഫീസറാണ്. ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ റോളാണ് ഈ ഒരു ഷൈൻ ടോം ചാക്കോ ചെയ്യുന്നത്. സോ ഈ ഒരു കഥാപാത്രം എല്ലാ ദിവസവും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു +1 പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്സിന്റെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു നല്ലവനായ ഒരു ക്യാരക്ടർ ഒരു കേസ് തെളിയിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു സിനിമ പറയുന്ന സംഭവങ്ങൾ. സോ ഈ സിനിമയിൽ പറയുന്ന വയലൻസ്, അതായത് മെയിൻ ക്യാരക്ടർ ഉണ്ട്, ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ. സോ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ലേറ്റ് ബോൺ ആണ്. ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഈ ഉണ്ടായ സമയം തൊട്ട് ഈ ഒരു കുട്ടിയെ ഇഷ്ടമല്ല. സോ അങ്ങനെ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ആ ഒരു ക്യാരക്ടറിനെ അടിക്കുകയും ഇടിക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ, വയലൻസ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ഈ ഒരു സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ ഡിസപ്പിയർ ആവുന്നു. അപ്പോഴാണ് ഈ ഒരു സിനിമയിലെ ഒരു കേസ് അന്വേഷണമായിട്ട് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോഴെങ്കിലും സിനിമയ്ക്ക് മൊമെന്റം വരും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ അവിടെയും നമ്മൾ തെറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സിനിമയിൽ അങ്ങനെ എക്സൈറ്റ് ആക്കുന്ന, എൻഗേജിങ് ആക്കുന്ന അന്വേഷണമോ അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്ങോ ഒന്നും കാണുന്നില്ല. കാരണം നായകൻ തന്നെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഇങ്ങനെയുള്ള നല്ലവനായ ഒരു നായകനാണ് കേസ് തെളിയിക്കുന്നത്. സോ അതിന്റെ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്. അതല്ലാതെ തന്നെ ബാക്കി എഴുതിയ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ വീക്ക് ക്യാരക്ടറൈസേഷൻ ആണ് ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇപ്പോൾ ലയൺസ് ഗേറ്റ് പ്ലേയിലും അതുപോലെ OTT പ്ലേയിലും അവൈലബിൾ ആണ്.